യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കൊറേ നേരമല്ലോ തളെ പുരാണം വിളമ്പാൻ തുടങ്ങിയിട്ട്. ആരോടാ പുരാണം വിളമ്പുന്നേ? എന്താടാ വിളിച്ചു നോക്കുന്നേ? പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ലേ? നിങ്ങളോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടില്ലേ തള്ളേ, കൊണ്ട അണ്ടനും അടകോടിന് മുമ്പിൽ പഴയ കഥകൾ വിളമല്ലേന്ന്. ആരാ എന്താന്നൊക്കെ ആർക്കറിയാം? ഓർമ്മ താൻ എന്തിനാ എന്റെ കഥകൾ അന്വേഷിക്കുന്നേ? അയ്യോ, ഇങ്ങനൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോ കുട്ടിയുടെ അമ്മ പറഞ്ഞേ ഉള്ളൂ. എന്നാലേ കേട്ടത് മതി. ചായ കുടിച്ച് സ്ഥലം വിടാൻ നോക്ക്. നോക്കി കഥ കാശ് വെച്ചിട്ട് പോവാൻ നോക്കടോ. നിക്കടെ. അതെ, ചായക്ക് ഇവിടെ 10 രൂപയേ ഉള്ളൂ. സഹായിക്കാനാണെങ്കിൽ വല്ല 500 1000 തരണം. അല്ലാതെ 10 രൂപയ്ക്ക് പകരം 20 വെച്ചിട്ടേ ഔദാര്യം കാണിക്കില്ലേ? എന്നാ എവിടെ പേടിക്കടോ, വിടാൻ നോക്ക്. എന്താണല്ലേ നോക്കി നിൽക്കുന്നേ? നിങ്ങൾക്കും കൂടെ പോണോ? എന്നാ കടുപ്പത്തിലൊരു ചായ ഇടാൻ നോക്ക്. എന്താടോ?
ശ്രീകുട്ട വാ, ഒരു ചായ എടുക്കട്ടെ. അവളില്ലേ ഇവിടെ? ഉണ്ടല്ലോ. ദേ ഇപ്പൊ തന്നെ മര്യാദക്ക് ചായ കുടിച്ചോണ്ടിരുന്ന ആളിനെ ചീത്ത പറഞ്ഞ് ഓടിച്ചിട്ട് അകത്തേക്ക് കയറി പോയതേ ഉള്ളൂ. ഇവളുടെ ഒരു കാര്യം. ഏതല്ലേ വെറുതെ നുണ പറഞ്ഞോണ്ടല്ലോ. നിങ്ങള് പഴയ കാലത്തെ കഥകൾ വിളമ്പാൻ തുടങ്ങിയപ്പോഴല്ലേ ഞാൻ അയാളെ പറഞ്ഞു വിട്ടത്? അതിന് ഞാൻ നുണയൊന്നും പറഞ്ഞില്ലല്ലോ, സത്യമല്ലേ പറഞ്ഞോളൂ. വന്നു പോകുന്നവരോടൊക്കെ നമ്മൾ ആരാ എന്താന്നൊക്കെ വിളമ്പാൻ നിൽക്കുന്ന എന്തിനാ? തള്ളയുടെ ചെലവ് നടത്തുന്ന അവരൊന്നും അല്ലല്ലോ, ആണോ? പിന്നെ അല്ലെങ്കിൽ നീയല്ലേ ഇവിടെ ചെലവ് നടത്തുന്നത്? അല്ലാതെ പിന്നെ ഈ ഉണക്കക്കട വെച്ചിട്ടാണോ തള്ളേ നിങ്ങൾ ജീവിക്കുന്നത്? ആകെ ഉണ്ടാക്കുന്ന 2 കുറ്റി പുട്ടും 4 പപ്പടവും വിറ്റാ ഈ വീട്ടിലെ ചെലവ് നടക്കുമല്ലോ. എന്റെ കടയെ അപമാനിക്കരുത്. പിന്നെ വലിയ 5 സ്റ്റാർ ഹോട്ടലല്ലേ? ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നടി. ഈ കടയുടെ മുമ്പില് ലോറിക്കാരും വണ്ടിക്കാരും ക്യൂ നിൽക്കുമായിരുന്നു ഈ സീതമ്മ ഉണ്ടാക്കുന്നത് കഴിക്കാൻ. അന്നൊക്കെ നിങ്ങളെല്ലാവരും 3 നേരം വെട്ടിപിടിക്കൊണ്ടിരുന്നതേ ഈ സീതമ്മയുടെ വിയർപ്പാ. ഇപ്പൊ എനിക്ക് വയ്യാതായി, ജോലി എടുക്കാനും വയ്യാതായി, കച്ചവടവും കുറഞ്ഞു. പേരിനാണെങ്കിലും ഞാനിത് തുറന്നു വെക്കുന്നുണ്ടല്ലോ, അത് വിചാരിക്കുന്നേ ആദ്യം. രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ വന്ന അമ്മൂമ്മയും മോളും കൂടെ തമ്മിൽ തല്ലു തുടങ്ങും. ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? അതെന്താടാ മന നീ അങ്ങനെ ചോദിച്ചത്? ആളുകളുടെ മുന്നിലെ കീരിയും പാമ്പും പോലെ തല്ല് പിടിച്ചാലും നിങ്ങൾ രണ്ടുപേരുടെ ഇരിപ്പോശം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാ. നാട്ടുകാരെ പറ്റിക്ക് ആരാണ് വലുതെന്ന കാര്യത്തിൽ മത്സരമാണല്ലോ രണ്ടുപേരും. അതേടാ, ഞങ്ങൾ രണ്ടുപേരും നാട്ടുകാരെ പറ്റിക്കുന്നവർ തന്നെയാ. അതിന് നിനക്കെന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ടിയിട്ടല്ല, പക്ഷേ നിന്നെ കുറിച്ചൊരു കാര്യം കേട്ടപ്പം അതൊന്ന് വന്ന് ചോദിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ. ആണോ? എന്നാ മോൻ ചോദിക്ക്, എന്താ നിനക്ക് അറിയണ്ടേ? നീ എന്ത് വിചാരിച്ചാടി ഇങ്ങനെ അടിയും ബഹളമൊക്കെ ഉണ്ടാക്കി നടക്കുന്നത്? ഓ അതാണ്. ഈ ആഴ്ച നീ ഉണ്ടാക്കുന്ന 3ാമത്തെ അടിയത്. എന്താ അടിയും വഴക്കും നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? എനിക്കതായിക്കൂടെ? പക്ഷെ റാണി, അതുപോലാണോ നീ? നീ ഒരു പെണ്ണല്ലേ? ആണുങ്ങൾ ഇങ്ങനെ നട റോഡിലിട്ട് പഞ്ഞിക്കിടാമോ എന്നല്ലേ ചോദിക്കാൻ വന്നേ? ശ്രീകുട്ടാ, ഒരുമിച്ചൊരു കൊട്ടേഷൻ ഏറ്റെടുത്ത അതിന്റെ ലാഭം പങ്കുവെക്കുമ്പോഴും തുല്യമായിരിക്കണം. അവിടെ നീ പെണ്ണല്ലേ, നിനക്ക് ഇത്രയും പോരെയെന്ന് ചോദിച്ചാ എനിക്ക് ദേഷ്യം വരും. ആ സമയത്ത് ആണത്തം കാണിക്കാൻ മേല് കയറി തൊട്ട റാണിയുടെ കയ്യിലെ ചൂടറിയും, അതേതവനാണെങ്കിലും. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണോ? എനിക്ക് ഈ വണ്ടി സീസ് പിടിക്കലും കൊട്ടേഷനും മുച്ചീട്ട് കളിയൊക്കെ ആയിട്ട് തന്നെ നടക്കണമെന്നുണ്ടോ റാണി? വേറെ എന്തെങ്കിലും ജോലിക്ക് പൊയ്ക്കൂടെ? എടാ, ഇതൊക്കെ തന്നെയല്ലേടാ നീയും ചെയ്യുന്നത്. അപ്പൊ നീയും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? നീ ഉപദേശിക്കാൻ നിൽക്കാതെ പോവാൻ നോക്ക്. ഞാനിതൊക്കെ എപ്പം വേണമെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാ. എന്തോ കാര്യമായിട്ട് പറഞ്ഞതാ, ഞാൻ ഇതൊക്കെ വിട്ട് ജീവിക്കാൻ തയ്യാറാ.